ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. നോമ്പ് സമയമായതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഉച്ചയ്ക്ക് ശേഷമല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം, ബർണറിൻ്റെ സൈഡിൽ കൂടെയാണ് തീ വരുന്നത്. അപ്പോൾ അത് ക്ലീൻ ആക്കാഞ്ഞിട്ടാവുമെന്ന് കരുതി ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. സ്റ്റവിൻ്റെ മേൽഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കുക എന്നല്ലാതെ തുറക്കാറില്ല. കടയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യിക്കാറ്. വാങ്ങിയതിന് ശേഷം ഒരു 3 പ്രാവശ്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 വർഷമൊക്കെ പഴക്കമുള്ള സ്റ്റവാണ്. നല്ലൊരു സ്റ്റവ് തന്നെയാണ്. വിറകടുപ്പ് പോലെ ചൂടിൽ പാകം ചെയ്യാൻ പറ്റിയൊരു സ്റ്റവാണിത്. അപ്പോൾ ഇതെന്നും ഇതിന് വർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും കരി നിറഞ്ഞിട്ടുള്ളത്. അത് ഇതിൻ്റെ തുരുമ്പാന്ന് തോന്നുന്നുണ്ട്. നമ്മളെത്തുന്ന വെള്ളമൊക്കെ ആയിട്ട് ഈ ചൂടുള്ള സമയത്ത് ഇതിലേക്ക് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് തുരുമ്പാവും തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയധികം ഇരുമ്പിൻ്റെ തുരുമ്പ് പോലെയാണ് കാണുന്നത്. കരിയേക്കാൾ കൂടുതൽ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ കടയിൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഉള്ള സ്റ്റവ് ഇത്ര കത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റവൊക്കെ വൃത്തിയാക്കുകയാണെങ്കിലും റെഗുലേറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മളത് ഓഫ് ചെയ്തിട്ട് തന്നെ വേണം വൃത്തിയാക്കാൻ. ഒരു പപ്പടക്കോൽ എടുത്തിട്ട് വളച്ചിട്ട് അതിൻ്റെ മീതെ തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉൾഭാഗം പൊടിയൊക്കെ കളഞ്ഞത്. സ്റ്റവ് കത്താതെ ഇരിക്കാന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ പറ്റും. പൊടി ഇരുന്നിട്ടുള്ള കുഴപ്പമാണെങ്കിൽ നമ്മളെക്കൊണ്ട് വൃത്തിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്തിട്ട് തന്നെ ശരിയാക്കേണ്ടി വരും. പിന്നെ നമ്മളെ കയ്യിൽ ഇതിൻ്റെ റൂൾസുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കടയിൽ കൊടുത്തിട്ട് തന്നെയാണ് ശരിയാക്കാൻ പറ്റുള്ളൂ. പൊടിയാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും അധികം നനയ്ക്കാതെ ഇതേ രീതിയിൽ കൂടെ കളയാൻ പറ്റും. 1 വർഷമായിട്ടുള്ളൂ ഇത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ മുകളിൽ വർക്കല്ലേ, അതുകൊണ്ടാണ് ഇത്രയും അധികം ഇതിൽ പൊടി കാണുന്നത്. കത്തിക്കാനും സുഖമാണ്. അതേപോലെ നല്ല വെയിറ്റുള്ള സ്റ്റവാണിത്. ഗ്ലാസ് സ്റ്റവ് പെട്ടെന്നൊക്കെ കേടുവരുമെന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഈ സ്റ്റവിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇതേപോലെ പൊടി വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക എന്നല്ലാതെ കാര്യമായിട്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നന്നായിട്ട് കത്തണമുണ്ട്. പൊടികളെല്ലാം ഒരു വിധത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഈ കമ്പി കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ സ്റ്റവിൻ്റെ ഗ്ലാസ് ഭാഗമൊക്കെ ഹാൻഡ് വാഷ് മാത്രം ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കിയത്. വെള്ളത്തിൽ ലേശം ഹാൻഡ് വാഷ് ഒഴിച്ചു അത് വെച്ചിട്ടാണ് വൃത്തിയാക്കിയത്. ഇനി സ്റ്റവിൻ്റെ സ്റ്റീൽ ഭാഗം നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് ഈ ഹാൻഡ് വാഷ് കലക്കിയ വെള്ളത്തിൽ ലേശം ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് വൃത്തിയാക്കണം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ആയിട്ട് പിന്നെ അത് ചൂട് തട്ടിയാൽ ഇതേപോലെ കളർ വരും. അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമ്മൾ സ്റ്റീൽ ബോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സുള്ള ഭാഗം നമുക്ക് തുണി വെച്ചിട്ട് തന്നെ ഉരതാൻ പറ്റുള്ളൂ. ആകെ വര വീഴും, വൃത്തികേടാവും. അപ്പോൾ ഈ സ്റ്റീൽ ഭാഗം നമുക്ക് ഇതേപോലെ സ്റ്റീൽ ബോൾ വെച്ചിട്ട് ഉരതി കൊടുത്താൽ മതി. വെള്ളത്തിൽ ഇത്തിരി ഹാൻഡ് വാഷും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കിയാൽ പെട്ടെന്ന് തന്നെ അത് കളർ വരും. നമ്മൾ ഹാൻഡ് വാഷും ഇതേപോലെ ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ട് ഇത് വൃത്തിയാക്കിയത് നിങ്ങൾക്ക് കണ്ടാലറിയാം. എത്ര പെട്ടെന്ന് ഞാൻ ഈ സ്റ്റീൽ ബോൾ വെച്ചിട്ടൊന്ന് ഉരതി കൊടുത്തത് പെട്ടെന്ന് തന്നെ വൃത്തിയായി. പിന്നെ നല്ല സ്റ്റീലും കൂടെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റവിൻ്റെ സാധനങ്ങളൊക്കെ, അതിൻ്റെയും കൂടെ വ്യത്യാസമുണ്ട്. ഈ സ്റ്റവിൻ്റെ ഈ ഭാഗം കടയിൽ നിന്ന് കൊടുത്തിട്ട് അവർക്ക് അത് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഒന്ന് ഞെളുങ്ങിയതാണ്. അല്ലാതെ ഇതിന് കാര്യമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇത്രയും കാലമായാലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ഗണ്ണെടുക്കേണ്ട ആവശ്യം ഇതേവരെ വന്നിട്ടില്ല. ഈ സ്റ്റവിൻ്റെ ഉൾവശം കൂടെ ഞാനൊന്ന് തുടച്ച് കൊടുത്തു. ഇത് നമ്മൾ കടയിൽ നിന്ന് ക്ലീൻ ചെയ്യിക്കുമ്പോൾ അവരവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഈ സ്റ്റവ് കുറച്ച് വെയിറ്റ് കൂടുതലും അതേപോലെ ഇതുമ്മ കുറച്ച് അഴുക്കുകൾ കൂടുതലാണ്. അതുകൊണ്ട് 1 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ മീതെ ചിലവഴിച്ചിട്ടാണ് ഈ തരത്തിൽ വൃത്തിയായി കിട്ടിയിട്ടുള്ളത്. സ്റ്റവെല്ലാം ഞാൻ തുടച്ചെടുത്ത് ഇനി ഇതൊന്ന് കത്തുണ്ടോയെന്ന് നോക്കുകയാണ്. നനഞ്ഞത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നല്ല നനച്ചിട്ടല്ല തുടച്ചിട്ടുള്ളത്. എന്തായാലും ഇതിലത്തെ പൊടികളൊക്കെ പോയി, അല്ലെങ്കിൽ നീല കളറിൽ ഇത് കത്തില്ല. പിന്നെ നോമ്പല്ല, അധിക സമയം ചിലവഴിക്കാനില്ലാത്തത് കൊണ്ട് വേഗത്തിൽ തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. ചെറിയ സ്റ്റവ് ഞാൻ തുറന്നിട്ടില്ല. അത് എപ്പോഴും അങ്ങനെ ഉപയോഗിക്കലില്ല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. എന്തായാലും അതും നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നൈസ് പത്തിരി തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അടുപ്പൊക്കെ നല്ല വൃത്തിയിൽ കത്തിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അതാണ് ഒരു ക്ലീനിങ്ങിന് ഒരുങ്ങിയത്. ആദ്യമായാണ് ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറൊക്കെ ഊരി ഉൾഭാഗമൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തത്. എന്തായാലും ക്ലീനിങ് നന്നായിട്ടുണ്ട്, നല്ലപോലെ കത്തുന്നുണ്ട്. ഗ്യാസ് സ്റ്റവിൻ്റെ ഉള്ളിൽ പൊടി പിടിച്ചിട്ടുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ ബർണറൊക്കെ ഊരി നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്തിട്ട് ചെയ്യുന്നേ നല്ലത്. അറിയാത്തത് നമ്മൾ ചെയ്തിട്ട് അപകടങ്ങൾ വരുത്തി തീർക്കണ്ടല്ലോ. സ്റ്റവ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോമ്പറക്കുമ്പോഴേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. എൻ്റെ ഗ്യാസ് സ്റ്റവ് ക്ലീനിങ്ങും അതോടൊപ്പമുള്ള കുക്കിങ്ങും ഇഷ്ടമായെന്ന് കരുതുന്നു. പത്തിരി ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, സമയക്കുറവ് കൊണ്ടും. അതേപോലെ സ്റ്റവ് ക്ലീൻ ആയതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ റെഗുലേറ്റർ ഓഫാക്കിയിട്ട് മാത്രമാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഒരുങ്ങേണ്ടതുള്ളൂ. നമ്മൾ അപകടങ്ങൾ വരുത്തി തീർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.